ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ മസാല ഒന്നും വഴറ്റാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ചിക്കൻ ഡോണറ്റാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അടുത്ത് തന്നെ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേവിക്കാനായിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ചിക്കൻ നന്നായിട്ട് മുഴുവനായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയാൽ മതി. വെന്തിട്ടുള്ള ഈ ചിക്കനെ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പുഴുങ്ങി ഉടച്ചെടുത്തതാണ്. അതുകൂടി നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് 2 പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം, 1/4 ടീസ്പൂണും കുറവായിട്ട് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ആവശ്യത്തിന് ഉപ്പും, അതായത് നമ്മൾ ചേർത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്കൊക്കെയുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ടുള്ള ഈ പേസ്റ്റ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പേസ്റ്റ് ഇപ്പോൾ കുറച്ച് ഒട്ടുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുത്തിട്ട് കൈകൊണ്ട് ഷെയ്പ്പാക്കി എടുക്കുന്ന ഒരു പാകത്തിനാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. നോക്കാം കുഴച്ചിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാണെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്ത് നോക്കുക. ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. എന്നാലും നമുക്ക് കൈകൊണ്ടൊന്ന് ഷെയ്പ്പാക്കി എടുക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിന് നമുക്ക് ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് ഒന്ന് പാകപ്പെടുത്തിയെടുക്കാം. എനിക്കിപ്പോൾ 1 കപ്പിനടുത്ത് ബ്രെഡ് ക്രംസ് വേണ്ടി വന്നു ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 2 മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോണറ്റിൻ്റെ മിക്സ് ഒന്ന് ഉരുട്ടിയിട്ട് ഷേപ്പാക്കി എടുക്കണം. ഇപ്പോൾ കയ്യിൽ കുറച്ചൊന്ന് ഓയിലാക്കിയതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കുക ആദ്യം. അതിന് ശേഷം ഡോണറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് കൈയൊന്ന് നനച്ചതിന് ശേഷം ഹോൾസ് ഇടുകയാണെങ്കിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. ഒരുപാട് വലുപ്പത്തിൽ ചെയ്യേണ്ട, ചെറിയ ചെറിയ ഡോണറ്റ്സ് ആക്കിയിട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വലുപ്പത്തിൽ ചെയ്യുമ്പോൾ ഉൾഭാഗം ഒരു വേവാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ വീണ്ടും കയ്യിലൊന്ന് ഓയിലാക്കിയതിന് ശേഷം നമുക്കിതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഷേപ്പാക്കി എടുത്താൽ മതി. മുഴുവനായിട്ടും ആദ്യം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസിയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ മുഴുവനായിട്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഞാനിത് ആദ്യം ഒന്ന് കോൺഫ്ലോറിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കായിട്ട് നമുക്ക് കിട്ടും. അതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് ആദ്യം എല്ലാം ഷേപ്പാക്കി എടുക്കുകയാണ്. ഷേപ്പാക്കിയിട്ടല്ല, ഇതുപോലെ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഓരോ സ്നാക്കായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 എണ്ണം ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരുപാട് ചൂടായിട്ട് തിളച്ച ഓയിലിലേക്ക് ഇടരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം അത്യാവശ്യം ചൂടാവണം ഓയിൽ, എന്നാൽ ഒരുപാട് തിളച്ച ഓയിലിലേക്ക് ഇടരുത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ പുറം ഭാഗമായിട്ട് കരിഞ്ഞു പോകും. നമ്മൾ ചേർത്തിട്ടുള്ള ബ്രെഡ് ക്രംസൊക്കെ ഉള്ളിൽ ഉരുളക്കിഴങ്ങൊക്കെ ആകുമ്പോൾ ഉള്ളിലൊരു വേവാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 2 ഭാഗവും ഇതുപോലെ ലൈറ്റ് കളർ ഗോൾഡൻ നിറമായാലും നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ സ്നാക്കും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് മയനൈസോ ടൊമാറ്റോ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.